ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുന്നുവെന്ന ആക്ഷേപം. ചൊക്കനാട് പുതുക്കാട് ഈസ്റ്റ് ഡിവിഷനിൽ യുത്ര എന്ന വിദ്യാർത്ഥിനി ഉന്നത പഠനത്തിനായി ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടു. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി വിചിത്രവാദങ്ങൾ ബന്ധപ്പെട്ടവർ ഉന്നയിക്കുന്നുവെന്ന് യുത്രയുടെ മാതാപിതാക്കൾ പറഞ്ഞു. മൂന്നാറിലെ തോട്ടം മേഖലയിലെ ഒട്ടുമിക്ക കുട്ടികൾക്കും സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ കൈത്താങ്ങാണ്. എന്നാൽ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലെ കാലതാമസം കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുന്നതിനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനും ഇടയാക്കുന്നുവെന്നാണ് ആക്ഷേപം. ചൊക്കനാട് പുതുക്കാട് ഈസ്റ്റ് ഡിവിഷനിൽ യുത്ര എന്ന വിദ്യാർത്ഥിനി ഉന്നത പഠനത്തിനായി ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടു. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി വിചിത്രവാദങ്ങൾ ബന്ധപ്പെട്ടവർ ഉന്നയിക്കുന്നുവെന്ന് യുത്രയുടെ മാതാപിതാക്കൾ പറഞ്ഞു. என் மகளுக்கு ஜாதி சர்டிஃபிகேட்டுக்கு அப்ளை பண்ணியிருந்தேன். கண்டினியூவாக 8th எல்லா வருஷமே அவளுக்கு கிடைச்சிட்டு இருந்துச்சு. 20 வரைக்கும் எந்த பிரச்சனையுமே இல்லாமல் இருந்துச்சு. அப்போ நாங்கள் ஸ்காலர்ஷிப்பில் வச்சதை எங்கள் பிள்ளைங்களை படிக்க வச்சுட்ருக்கோம். ஏன்னா அவருக்கு மாத்திரம்தான் வேலை, கம்பெனி வாட்சர். இந்த வருமானத்தை வச்சு எங்களால் எதுவுமே செய்ய முடியல. ஸ்காலர்ஷிப் இருந்தால் மாத்திரம்தான் அவளை நாங்கள் படிக்க வைக்க முடியும். இப்போ 2023 இப்போ அப்ளை பண்ணப்போ ஜாதி சர்டிஃபிகேட்டு கொடுக்க முடியாதுன்றாங்க. என்ன அப்படின்னு கேட்டால் அப்பாவுக்கு வாங்கினா மாத்திரம்தான் கொடுப்பாங்களாம். அவருக்கு இவ்வளோ நாள் வரைக்கும் ஜாதி சர்டிஃபிகேட் அவசியம் இல்லாமல் இருந்துச்சு. இப்போ புதுசாக போய் கேட்டாலுமே அவங்க அப்பா வேறு ஜோசப் அப்படிங்கிறதுனால கொடுக்க மாட்டேங்காங்க. நாங்கள் ஹிந்துங்கிறதுக்கு எல்லா டாக்குமெண்ட்ஸும் நான் சப்மிட் பண்ணியிருக்கேன். அப்படி இருந்து വില്ലേജിൽ என்ன കാരണத்துக்காக കൊടുക്ക മാട്ടേറാங்கன்னு എനിക്ക് തെരിയില്ല. പലപ്പോഴും മുടന്തൻ ന്യായങ്ങൾ നിരത്തിയാണ് സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നു. ഈ പ്രവണതയിൽ മാറ്റം വരികയും സർട്ടിഫിക്കറ്റ് സമയാനുസരണം ലഭിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.